എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീനിവാസൻ സാറിൻ്റെ വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിലെ ആദ്യ രാത്രി രംഗം കണ്ടിട്ട് ചിരിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ചിലരുടേതെങ്കിലും ആദ്യ രാത്രി കോമഡി പോലെ ആയിരുന്നിരിക്കണം. ഏതൊരു ദമ്പതികളുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും അവിസ്മരണീയവുമായ നിമിഷങ്ങളിൽ ഒന്ന് വിവാഹത്തിന് ശേഷമുള്ള ആദ്യരാത്രിയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അത്ര സന്തോഷകരവും അവിസ്മരണീയവും ആകാൻ വഴിയില്ല. അതിനുള്ള കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ പരസ്പരം എല്ലാം സംസാരിച്ചും കാര്യങ്ങൾ പങ്കുവച്ചും പരസ്പരം എല്ലാം മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടവർക്ക് ഇനി ശാരീരിക ബന്ധം മാത്രമേ ബാക്കിയുണ്ടാവൂ. ഇന്നത്തെ കാലത്ത് ചിലരുടേത് അതും കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആദ്യ രാത്രി അത്ര പുതുമയൊന്നും ആയിരിക്കില്ല. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വിവാഹ ദിവസത്തെ ആദ്യ രാത്രിയിൽ ഒന്നുകിൽ പങ്കാളികൾ തമ്മിൽ അജ്ഞാതരായിരിക്കും, പരസ്പരം കണ്ടു കാണുമായിരിക്കും. ചിലപ്പോൾ കാരണവന്മാരുടെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ സംസാരിക്കാൻ അനുവാദം ലഭിച്ചു എന്ന് വരാം. അതും അല്പനേരം. അതുതന്നെ വലിയ കാര്യം. അതുപോലെ പണ്ടത്തെ കാലത്ത് ലൈംഗിക ബന്ധത്തെപ്പറ്റി കൂടുതൽ അറിവൊന്നും ഇല്ലായിരുന്നു. കാരണമറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മളൊക്കെ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴും ഐ ലവ് യു എന്ന് കേട്ടാൽ വലിയ അത്ഭുതവും ആകാംക്ഷയുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഒരു സിനിമ രണ്ടാമത്തെ തവണ കാണുമ്പോൾ അത്ര ആകാംക്ഷയൊന്നും ഉണ്ടാകാറില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. കല്യാണം കഴിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ആരെയും പേടിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമല്ലോ എന്ന വിചാരമാണ് പലർക്കുമുള്ളത്. നവവധുവിൻ്റെ മുന്നിൽ തൻ്റെ കരുത്ത് തെളിയിക്കണം എന്നൊരു ആഗ്രഹവും പുരുഷൻ്റെ മനസ്സിൽ ഉണ്ടാകും. മറ്റ് ചിലരുണ്ട്, താൻ എത്ര സ്ത്രീകളുമായി ബന്ധം പുലർത്തിയാലും കുഴപ്പമില്ല, പക്ഷേ താൻ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടി നിർബന്ധമായും കന്യകയായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവർ. ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിരിക്കും പെൺകുട്ടികളുടെ കാര്യത്തിൽ. വിവാഹത്തിന് ശേഷം അവളുടെ ആദ്യ രാത്രി തീർത്തും പരിചയമില്ലാത്ത ഒരു വീട്ടിലായിരിക്കും. അതുപോലെ തന്നെ ഭർതൃഗൃഹത്തിലേക്ക് വരുമ്പോൾ അവളോടൊപ്പം വിചിത്രമായ പല പരിഭവങ്ങളും അവളെ അനുഗമിക്കുന്നു. ഒരു പുതിയ വീട്ടിൽ പുതുമുഖങ്ങളുമായി പൊരുത്തപ്പെടാൻ തീർച്ചയായും അവർക്ക് കുറച്ച് സമയമെടുക്കും. അത് ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ? അതിനിടയിലായിരിക്കും അവൾക്ക് ആദ്യ രാത്രി എന്ന ഭയവും. പലപ്പോഴും പെൺകുട്ടികൾ പരിഭ്രാന്തിയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ പുരുഷൻ്റെ കാര്യം അവിടെ അങ്ങനെയായിരിക്കില്ല. വേട്ടയ്ക്ക് പോയി പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലടച്ച ഒരു ഇരയെ പോലെയായിരിക്കും അവന് നവവധു. ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന രീതിയായിരിക്കും അവനപ്പോൾ ലൈംഗികതയെപ്പറ്റി കരുതിയിരിക്കുക. ആദ്യ രാത്രിയിൽ തന്നെ ചെക്കൻ തൻ്റെ വാനാറ്റം അവളെ കൊണ്ട് ശ്വസിപ്പിച്ച് അവളെ എന്നേക്കുമായി വെറുപ്പിക്കുകയല്ല വേണ്ടത്. പകരം പരസ്പരം മനസ്സിലാക്കുക എന്നതാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. എങ്കിലും ആ സമയം വരെയുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് കാരണം അതൊക്കെ മറന്നു പോകാറാണ് പതിവ്. നല്ല അലങ്കരിച്ച മുറിയിൽ മങ്ങിയ പ്രകാശം, പതുക്കെ ശബ്ദത്തിൽ മ്യൂസിക്, പാലുമായി നമ്രമുഖിയായി കയറി വരുന്ന നവവധു. ഇതെല്ലാം വലിയ ഒരു അറിവൊന്നുമല്ല. എന്നാൽ ഇതിൽ വത്സനയൻ്റെ കാമസൂത്രത്തിൽ പറയുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വത്സനയന മഹർഷി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൂടുതലും പ്രജാപത്യ രീതിയിലുള്ള, അതായത് അറേഞ്ച് മാരേജുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഗാന്ധർവ വിധി പ്രകാരം അഥവാ ലവ് മാരേജ് ഉണ്ടായിരുന്നില്ല എന്നല്ല. അന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞാലുള്ള ആദ്യ രാത്രിയായിരുന്നു അവർ നല്ലതുപോലെ ഒന്ന് കാണുക, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പരസ്പരം കുറേ നേരം കാണുന്നത്. അന്നത്തെ കാലത്ത് ആ ദിവസം എന്ത് ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, ഇക്കാര്യങ്ങളൊന്നും അറിയാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അതെല്ലാം ഗുപ്തങ്ങളും ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ശ്രീ വത്സനയന മഹർഷി തൻ്റെ ഗ്രന്ഥത്തിൽ ഇതെല്ലാം സ്പഷ്ടമായി എഴുതിയിട്ടുള്ളതും. ആദ്യം വത്സനയന മഹർഷിയെപ്പറ്റിയും
കാമസൂത്രത്തെ പറ്റിയും അല്പം പറയാം. ഇതിനു മുമ്പും പല അധ്യായങ്ങളിലും ഇതിനെപ്പറ്റി വിവരിച്ചതിനാൽ വളരെ ചുരുക്കത്തിൽ പറയാം. ശിവപാർവതിമാർ നടത്തിയ ലൈംഗിക ക്രീഡകളെ കണ്ട് ശ്രീ നന്ദികേശൻ എഴുതിയ ഗ്രന്ഥമാണ് കാമപുരാണം. അതിൽ നിന്നും മനുഷ്യർക്ക് ചെയ്യാനാവുന്നത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയതാണത്രേ വത്സനയൻ തൻ്റെ കാമസൂത്രത്തെ. ദാമ്പത്യ ജീവിതം ഉല്ലാസമയവും ആനന്ദമയവുമാകുന്നത് ദമ്പതിമാർ പരസ്പരം മാനസികമായി നന്നായി അറിയുകയും നല്ല ചേർച്ച ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ രതിക്രീഡകളിൽ പരസ്പരം സഹയോഗം ചെയ്യുകയും സ്വന്തം ജീവിത ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും ചെയ്യുമ്പോഴാണ്. ഇത് കാമസൂത്രത്തിലെ വരികളാണ്. ഇത് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യം ഇതാണ്: കാമസൂത്രം എന്നത് രതിക്രീഡകൾ മാത്രം വിസ്തരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല എന്ന്. 1883 സർ റിച്ചാർഡ് പട്ടൺ കാമസൂത്രത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തു. അതിനുശേഷം ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇത് തർജ്ജമ ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. അത്രയും കോളിളക്കം സൃഷ്ടിച്ചു അത്രേ. കാരണം അന്നുവരെ ലൈംഗിക കേളിയെ ആശ്വസിച്ചിരുന്നത് മൃഗങ്ങളെ അനുകരിച്ചായിരുന്നു അത്രേ. ഈ ഗ്രന്ഥത്തിൽ സംഭോഗം ചെയ്യുന്നതിനുള്ള കൃത്യമായ മുദ്രകളെപ്പറ്റിയും അതിനെപ്പറ്റിയുള്ള രഹസ്യങ്ങളെപ്പറ്റിയും വിവരിച്ചിട്ടുണ്ട്. വത്സനയൻ മഹർഷി ജനിച്ചത് ഇന്നത്തെ ബീഹാറിലാണ്. കാമസൂത്രമാണ് ഈ വിശ്വത്തിലെ ആദ്യത്തെ ലൈംഗിക ഗ്രന്ഥം. അതിൻ്റെ മഹത്വത്തെപ്പറ്റി അറിയാത്ത ആളുകൾ അതിനെ കൊച്ചു പുസ്തകമെന്ന് വിളിക്കുന്നു. കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ രാത്രി തീർത്തും വ്യത്യസ്തമാണ്. ഇന്നത്തെ കാലത്തുള്ളവർക്ക് അത് പിന്തുടരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവർ അതിനെ പുച്ഛിക്കുകയും ചെയ്യും. എന്താണ് കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ രാത്രി നിയമങ്ങൾ? ശ്രീ വത്സനയന മഹർഷി പറയുന്നത്, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 3 ദിവസം ഭാര്യയും ഭർത്താവും കിടക്കയിൽ കിടക്കാതെ തറയിലാണ് ഉറങ്ങേണ്ടതെന്ന്. സുഖസൗകര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ലൈംഗിക ചുവയുള്ള സംസാരം മാത്രമല്ല, ലൈംഗികയെക്കുറിച്ചുള്ള ചിന്തകൾ പോലും മനസ്സിൽ വരാൻ അനുവദിക്കരുത്. 3 ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക. ഭാര്യയുമായി അടുത്ത 7 ദിവസം പരസ്പരം മനസ്സിലാക്കാൻ ചിലവഴിക്കണം. ഇതിനായി ഒരുമിച്ച് സംഗീതം കേൾക്കുകയും ഭക്ഷണം കഴിക്കുകയും വിവാഹത്തിന് അതിഥികളെ കാണുകയും വേണം. ഇത് ഇവരുടെ ബന്ധം ശക്തിപ്പെടുത്തും. 10ാം രാത്രി പുരുഷൻ പതുക്കെ സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങുക. വത്സനയ മഹർഷിയുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ അതിലോലമായ സ്വഭാവമുള്ളവരും ലൈംഗികതയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിടുക്കത്തെ ഭയപ്പെടുന്നവരുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എപ്പോഴും അവർ ലൈംഗികതയെ ഭയപ്പെടുന്നു. അതിനാൽ പുരുഷൻ ആദ്യം അവളെ ആലിംഗനം ചെയ്യുകയും സുഖപ്പെടുത്തുകയും വേണം. ഭാര്യ ആലിംഗനം ചെയ്യാൻ സമ്മതിച്ചാൽ ഭർത്താവ് അവൾക്ക് വെറ്റില കൊടുക്കണം. ആ വെറ്റില അവൾ ചവച്ചാൽ ഭാര്യ ലൈംഗിക ബന്ധത്തിന് പൂർണ്ണ സമ്മതമെന്ന് ഭർത്താവ് മനസ്സിലാക്കണം. ഭാര്യ വെറ്റില കഴിച്ചില്ല എങ്കിൽ അവളെ അതിനുവേണ്ടി നിർബന്ധിക്കരുത്. യാചനയാകാം. ഭാര്യ സമ്മതിക്കുകയാണെങ്കിൽ അവളെ ചുംബിക്കുകയും അവളോട് മെല്ലെ തന്നോട് ലൈംഗിക ബന്ധത്തിന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും വേണം. അവൾ തലയാട്ടി അതെ എന്ന് സമ്മതിക്കുകയും വേണം. അവൾ തലയാട്ടി അതെ എന്ന് സമ്മതിക്കുന്നതുവരെ ഭർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കണം. തന്നെ പരിചരിക്കുകയും താൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന ഭർത്താവിനോട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൽ ഭാര്യയ്ക്ക് ആത്മവിശ്വാസമുണ്ടാകുമെന്ന് വത്സനയൻ പറയുന്നു. ഇങ്ങനെ പൂർണ്ണ അനുവാദത്തോടെയല്ലാതെ കാമക്രീഡകളിൽ ഏർപ്പെടാൻ മുതിരുന്ന ഭർത്താവ് ഇതിനായി മാത്രമാണ് തന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് കരുതുമത്രേ. എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളും രീതികളും ഉണ്ടാകും. ഏത് രീതിയിലും ആയിക്കോട്ടെ, ദാമ്പത്യ ജീവിതം എങ്ങനെയാകും എന്നത് ഒരു പരിധിവരെ ആദ്യ രാത്രിയായിരിക്കും തീരുമാനിക്കുക എന്നത് ഓർമ്മയിലുണ്ടായിരിക്കണം. കാമസൂത്രത്തിലെ ആദ്യ രാത്രി നിയമങ്ങളൊന്നും പാലിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം ആനന്ദമയവും ഉല്ലാസഭരിതവും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ
സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.